എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ നീ യെല്ലോ കളർ ഷർട്ട് ആയിട്ടിരുന്നത്. ഞാൻ ഏത് കളർ ഡ്രസ് ആയിട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഇതിലും ഭേദം നീ മിണ്ടാതിരിക്കുന്നത്. ദേ കളിക്കാതെ പറയുന്നേ. ആർക്കറിയാം? പറയാം. പറഞ്ഞാ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണ്ട. നീ അന്ന് ഏത് കളർ ഹെയർ പിന്നാ കുത്തിയിരുന്നവരെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പറയട്ടെ പറയട്ടെ. വേണ്ട. എന്റെ അമ്മേ, ഏയ്, ഏയ്, ഇത് ക്രിസ്റ്റൽ ഡോളർ അല്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. അതെയോ? ആ. ഒരു മിനിറ്റ്. ഇങ്ങനെ ഇങ്ങനെ. ഏയ്, എന്ത് പറ്റി? അതല്ലേ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് വരരുതെന്ന്. നീ ഇവിടെ തന്നെ നിൽക്കേ, എങ്ങോട്ട് പോരുത്. ഞാൻ അവന്റെ എല്ലാം ഒടിച്ചിട്ട് വന്നേക്കാം. എന്താടാ ഈ കാണിക്കുന്നത്? അവിടെ കുറച്ച് ഇവിടെ കുറച്ച്, ഇതൊക്കെ വേസ്റ്റാടാ. പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാടാ. വാ എന്തിനാടാ ഉള്ളത്? അത് തുറന്ന് 4 വാക്ക് സ്നേഹമായിട്ട് പറടാ. ഏത് ഫിഗറും വീഴും. പടാ. ഏയ്, ഏയ്, നീ എവിടെ പോവാ? ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ, ഏതായാലും വരാനുള്ളത് വന്നു. ആ വെള്ളത്തിലൊന്ന് കാല് നനച്ചിട്ട് പോയാലോ? പ്ലീസ് പ്ലീസ്. അല്ല, അവനെ എന്ത് ചെയ്തു? അവന് ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രേമിച്ചാ കഴിക്കാൻ തോന്നില്ല, ഉറക്കം വരില്ല, അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും കളിയാക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത് സത്യം തന്നെയാ. അതുപോലെ തന്നെ എനിക്കും. ഞാൻ നിന്നെ ഓർത്തൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കട്ടെ? എന്താ പറഞ്ഞത്? കവിതയോ? അന്നൊരു നാൾ നിന്നെ കണ്ട നിമിഷം ഞാനായി മാറി നീ. എന്റെ നെഞ്ചിൽ പിറന്നൊരു മോഹം അമ്മയെ പിരിഞ്ഞ പൈതലായി നിന്നെ തേടി അലയുന്നു ഞാൻ. എന്നെന്നും കാതോർത്ത് നിൽക്കും നിൻ ഹൃദയത്തുടിപ്പുകൾ എന്നുള്ളിൽ താളമായി. ഒന്നുമില്ല, ചുമ്മാ. ഏയ്, നീ കവിത ചൊല്ലുമ്പം ഞാൻ നിന്റെ മടിയിൽ തല വെക്കണം, നീ എന്റെ മുടിയിൽ ഇങ്ങനെ വിരലോടിക്കണം, അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്റെ കവിത കേട്ടോ ഇല്ലയോ? ആ, കണ്ടു. കണ്ടെന്നോ? ഇല്ല, കേട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കവിത എഴുതിയത്. ഇതിൽ ഇഷ്ടായത് ഏത് വരിയാണെന്ന് നീ ഒന്ന് പറയോ? ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആദ്യത്തെ വരി ഇഷ്ടമായ, രണ്ടാമത്തെ വരി ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിന്നെ പോലുള്ള പെമ്പിള്ളേര് വാതോർന്ന് സംസാരിച്ചാലേ കവിതയാ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. എന്താ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അത് തെറ്റാണോ? അത് തെറ്റാ. അതിലെന്താ തെറ്റ്? അവന്റെ ലവറെ അവൻ കിസ് ചെയ്യാതെ മറ്റേതെങ്കിലും ഒരുത്തിയെ കിസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ശരിയാ. ശരിയാണോ? അല്ലല്ല, തെറ്റാ. ശരിയാണോ തെറ്റാണോ? രണ്ടിലേതെങ്കിലും ഒന്ന് പറ. ശരിയാ. എന്നാൽ 4 പേര് കാണുന്ന പോലെ ആണെങ്കിൽ തെറ്റാ. അപ്പോ 4 ചുവരിനുള്ളിലാണെങ്കിൽ തെറ്റില്ല അല്ലേ? 4 ചുവരിനുള്ളിൽ ഇത് നടന്നാ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കോ? അതുകൊണ്ട് തെറ്റല്ല. അപ്പോ ഓക്കേ, ഓക്കേ. വാ, വീട്ടിൽ പോ. എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നേ? നീയല്ലേ വന്നപ്പോ പോലെ പറയുന്നത് വീട്ടിൽ പോവാം വീട്ടിൽ പോവാം. വാ 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 വാ, വേലി മുക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോവാം. വാ, എഴുന്നേറ്റ്. ഹലോ, വരാന്നേ. എന്താ അതിലും വലിയ ജോലി എന്താ? എന്താടാ? എന്ത് പറ്റി? ആരാണെന്നറിയോ? ഹരിതയാടാ. വീട്ടിലാരുമില്ല, വരാൻ പറയുന്നടാ അവള്. പിന്നെ എന്തിനാടാ എന്റെ കവളിൽ തടവുന്നത്? നേരെ പോ, ഷോ നടക്കട്ടെ, രാത്രിയാവുമ്പോ പാർട്ടി വെക്കാം. പോ. അല്ല, എന്താ ഫോൺ ചെയ്ത് വെച്ച ഉടനെ തന്നെ എത്തി? അതെ, ഇതല്ലാതെ വേറെന്താ ജോലി? അകത്തേക്ക് വാ.
വീട്ടിലാരുമില്ലേ? അച്ഛനും ഏട്ടനും റിലേറ്റീവിന്റെ കല്യാണത്തിന് പോയിരിക്കുക. ഏടത്തിയും മുത്തശ്ശിയും കുട്ടികളെയും അമ്പലത്തിൽ പോയിരിക്കുന്നു. വരും കുറച്ച് താമസിക്കും. ഓ ആണല്ലേ. ആ നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. അത് ഇവിടെ നിന്നോണ്ട് തന്നെ കേൾക്കണോ? സോറി സോറി സോറി. അകത്തേക്ക് പോകാം. ഇരിക്ക്. അതിനു മുമ്പ് ഒരു കോഫി കുടിച്ചിട്ട് പറഞ്ഞ പോരെ? കിച്ചണിലേക്ക് ഞങ്ങളൊന്നും വരാൻ പാടില്ലേ? വരാലോ. വെയിറ്റ് ചെയ്യേ. ഞാനത് പൊട്ടിച്ചു തരട്ടെ? വേണ്ട. അതെന്താ, പാൽ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച പൊട്ടൂല്ലേ? ഒന്ന് വെറുതെ ഇരുന്നാ മതി. എന്താ? ദേ വരുന്നു. നീ എന്തിനാ പതുങ്ങുന്നേ? ആരായാലും എന്താ? വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഗ്ലോബസ് കമ്പനി ഒരു പുതിയ കുക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്താലും 1 hour ഹീറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാം ചൂടായിട്ടാണോ ഇരിക്കുന്നത്? 1 hour ടൈം തന്നാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഉള്ളതേ 1 മണിക്കൂറാണോ? ഓക്കേ സർ. എന്തിനാ ഓടിച്ചു വിടുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഈ കുക്കറിന്റെ കാര്യമാണോ? ഓ, പാല് തിളച്ചു പോയി കാണും. പോയി നോക്ക്. കുക്കറുകാരുടെ കൊല്ലുമെന്ന് ഞാൻ. ചേച്ചി പൂ വാങ്ങിച്ചോളൂ ചേച്ചി. വേണ്ട വേണ്ട. എന്താ പൂ വേണ്ടെന്ന് പറയുന്നത്? അത് മുല്ലപ്പൂ. എത്ര രൂപയ്ക്കാ സാറേ? മൊത്തം തന്നേക്ക് മോളെ, മൊത്തം തന്നേക്ക്. എന്തിനാ ഇത്രയും? ആദ്യമായിട്ട് വെക്കാൻ പോവില്ലേ? ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞോ? ഏയ്, ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നേ? എന്റെ പുറകെ വരാൻ അറച്ചു. എന്നോട് സ്നേഹിക്കുന്നെന്ന് പറയാനും അറച്ചു. ഇപ്പൊ ഇതില് മാത്രം എന്തിനാ എത്ര ധൃതി? സെക്സ് എന്ന് പറയുന്നത് ഒരു പവിത്രമാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച ആ പവിത്രതയ്ക്ക് അർത്ഥമില്ലാതെ പോവില്ലേ? നമ്മുടെ പ്രണയത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും ഞാൻ എത്ര വലുതായിട്ടാണ് കാണുന്നതെന്നറിയോ? നിന്നെ കാണാൻ ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റിൽ വന്നപ്പോ നീ യെല്ലോ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് പിടിച്ച കളർ യെല്ലോ ആണ്. അന്ന് സെൽഫോണിൽ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നെന്ന് കരുതി എന്നോട് പ്രേമിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അന്ന് 14-ാം തീയതിയായിരുന്നു, ഈവനിങ് 4 മണി. ആ സമയം എന്റെ വാച്ചിൽ അങ്ങനെ തന്നെ നിർത്തിവെച്ചിരിക്കുക. ഇന്ന് വരെ നീ എത്ര വരെ പഠിച്ചു, എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ശമ്പളം വാങ്ങുന്നു, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്നെ അവസാനം വരെ നോക്കുന്നുള്ളത് കൊണ്ട്. എന്റെ വീട്ടിൽ എല്ലാരോടും നമ്മുടെ പ്രേമത്തെ പറ്റി പറഞ്ഞു. നിന്നെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോ നീ നല്ലവനാണോ ചീത്തയാണെന്ന് പോലും ആരും ചോദിച്ചില്ല. കാരണം എന്നിൽ അവർക്ക് അത്ര വിശ്വാസമുണ്ട്. സന്ദർഭം കിട്ടിയാലും തെറ്റിയാത്തവനാ നല്ലവൻ. എന്നാൽ സന്ദർഭം ഒട്ടും കിട്ടാതെ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ അതിലർത്ഥമില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശി, അച്ഛൻ, ഏട്ടൻ, ഏടത്തി എല്ലാവർക്കും നിന്നെ കാണണമെന്ന് പറഞ്ഞു.
നാളെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പൊ നിനക്ക് ദേഷ്യം വന്നേക്കാം. എന്നാൽ ഞാനിങ്ങനെ കാണിച്ചു തോർത്ത് നാളെ നിനക്ക് തന്നെ മനസ്സിലാവും. രാവിലെ നിനക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കും. തീർച്ചയായും വരാം.